there was a strong compulsion from the Holy Spirit to give this message. ഇന്നത്തെ ഈ മെസ്സേജ് എനിക്ക് വളരെയധികം പരിശുദ്ധാത്മാവ് എന്നെ കമ്പൽ ചെയ്തുകൊണ്ട് ഞാനിത് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നത്. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും പല പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രശ്നങ്ങളുടെ മധ്യയാണ് നമ്മൾ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത്. സോ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് ഡിസിഷൻസ് ആൻഡ് ദീസ് ഡിസിഷൻസ് നോർമലി വിൽ ഹാവ് സം എത്തിക്കൽ റൂട്ട്സ്. ചില ധാർമ്മികമായിരിക്കുന്ന ചില അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഉദാഹരണം പറയാം. കോവിഡ് കാലഘട്ടത്തിൽ പല ആശുപത്രികളിലും പല നഴ്സുമാരും ഡോക്ടേഴ്സും ഫേസ് ചെയ്ത ധാർമ്മികമായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഒരുപക്ഷെ ഓർമ്മ കാണുമെന്ന് കരുതുന്നു. അത് ഇന്ത്യയിലും വിദേശത്തുമൊക്കെയും ഈ പ്രശ്നം ഉണ്ടായി. കാരണം ലൈഫ് സപ്പോർട്ടിംഗ് ഡിവൈസസിലായിരുന്നു പലരുടെയും ജീവൻ നിന്നത്. ഓക്സിജൻ സപ്പോർട്ടൊക്കെ പലർക്കും കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഓക്സിജൻ സപ്പോർട്ടിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നതുകൊണ്ട് പലപ്പോഴും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നു. ചിലരുടെ ഓക്സിജൻ സപ്പോർട്ട് എടുക്കേണ്ടതായിട്ട് വന്നു. ചിലർക്ക് കൊടുക്കുന്ന സമയത്ത് ചിലരുടേത് എടുക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള എൻ്റെ അനുഭവത്തിലൊക്കെ എനിക്കും മനസ്സിലായി അറിയുകയും ചെയ്തതാണ്. എന്നാൽ ആ സമയത്തൊക്കെയും വിശ്വാസികളായിരിക്കുന്ന ഡോക്ടേഴ്സിനൊക്കെയും അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. വെദർ വി ക്യാൻ റിമൂവ് ദ ഓക്സിജൻ സപ്പോർട്ട് ആൻഡ് കിൽ എ പേഴ്സൺ. ഒരാളെ കൊല്ലുവാൻ തക്കവണ്ണം ഓക്സിജൻ സപ്പോർട്ട് എടുത്തു കളയുക, വേറൊരാൾക്ക് അത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധിയിൽ അന്നത്തെ ഈ പ്രഗത്ഭന്മാരായിരിക്കുന്ന ഭിക്ഷുകരന്മാർ കടന്നുപോയി എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത്രയും കോംപ്ലക്സ് അല്ലാത്തതായിരിക്കുന്ന ചില ധാർമ്മിക പ്രതിസന്ധികൾ, മോറൽ ഡിലമ നമ്മളും ഫേസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ആ ട്രാഫിക് ഒന്ന് വയലേറ്റ് ചെയ്തിട്ടൊന്ന് മുമ്പിലോട്ട് കയറിയാലോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് റോങ് സൈഡിലേക്ക് ഒന്ന് മാറിയാലോ എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ളതായിരിക്കുന്ന ധാർമ്മിക നിലവാരത്തിൻ്റെ, ധാർമ്മിക പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്, മോറൽ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ദൈവവചന പഠനത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നിന്നുമാണ് നമ്മൾക്ക് ഈ ധാർമ്മിക പ്രിൻസിപ്പിൾസ്, മോറൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പായി വരുന്നത്. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയങ്ങളാണ് മാറുന്നത്, സാഹചര്യങ്ങളാണ് മാറുന്നത്. രാഹാബിൻ്റെ കാര്യം എടുക്കുക. നമ്മൾ വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ റാഹാബിന് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു. അവിടെ ഒരു വലിയ പ്രതിസന്ധി റാഹാബിന് വന്നത്, ഈ വന്ന 2 പേര് അവരെ ഒളിപ്പിക്കണോ, അല്ലെങ്കിൽ കള്ളം പറയണോ, അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച് കൊടുക്കണമോ എന്നുള്ളതാണ്. റാഹാബ് അവിടെ എടുത്ത തീരുമാനം കള്ളം പറയുക എന്നുള്ളതാണ്. ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. ഭോഷ്കു പറയാൻ, കള്ളം പറയാനും പാടില്ല. അവരെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരിവിടെ ഇല്ലെന്ന് പറയുന്നത് ഒരു കളവാണ്. എന്നാൽ അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവരുടെ ജീവൻ അപകടത്തിലാകും. ഫറോയുടെ മുമ്പിൽ സൂതികർമ്മിണികൾ വന്ന് നമുക്കറിയാം, മിഡ്വൈഫ്സ്. അവർ എബ്രായ ബാലന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ വേറെ രീതിയിൽ കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെ രക്ഷപ്പെടുത്തി. ഇങ്ങനെ ഒത്തിരി ഉദാഹരണം നമുക്ക് കാണാനായിട്ട് കഴിയും. അബീമേലെക്കിൻ്റെ മുമ്പിൽ ദാവീദ്, പിന്നെ ശമൂവേൽ അവിടെ ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് സത്യം പറയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ
ധാർമ്മികമായിരിക്കുന്ന മോറൽ ഡിലമ, ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. ഇവരൊക്കെ ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക. എന്നാൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ, നമ്മുടെ നിലവാരത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ സഭയോടുള്ള ബന്ധത്തിലൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ പ്രതിസന്ധി ഫേസ് ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം, മുകളിൽ നിന്നുള്ള കൽപ്പനകൾ അവർ ചെയ്തേ മതിയാവുള്ളൂ. അത് ചെയ്യുമ്പോഴുണ്ടാകുന്നതായിരിക്കുന്ന അവരുടെ ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധിയുണ്ട്. പേഴ്സണലി ദേ മേ നോട്ട് ലൈക്ക് ഇറ്റ്, ബട്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വേണ്ട എന്ന് വെക്കാനോ തിരസ്കരിക്കുവാനോ ഒഴിവാക്കാനോ അതിനെ എതിർത്ത് നിൽക്കാനോ കഴിയാതെ പലപ്പോഴും ചെയ്യേണ്ടതായിരിക്കുന്ന നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ വരും. ഇത് ഒഫീഷ്യലായിട്ടും സഭയിലുമൊക്കെ നടക്കാവുന്ന കാര്യങ്ങളാണ്. വിഗ്രഹാർപ്പിതം എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു ഭക്ഷണം, അത് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിരിക്കുന്ന ഒരു ഫ്രണ്ടായിരിക്കും, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. അദ്ദേഹം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവൾ കൊണ്ടുവരുന്ന ഭക്ഷണം വാങ്ങിക്കാമോ, ഭക്ഷണം കഴിക്കാമോ എന്നുള്ള പ്രതിസന്ധി പലരും ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സഭയിൽ ധ്യാനിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, സഭയിൽ പലരും പ്രസംഗിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ, അത് പ്രാവർത്തികമാക്കാൻ അവിടെ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ ഇത് ചെയ്യണോ, ഇത് കഴിക്കണോ, ഇത് വേണ്ടായോ, ഇത് നോ പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത്, നമ്മുടെ ബുദ്ധിയിൽ അവിടെ ഇങ്ങനെ അനലൈസ് ചെയ്യും. ആൻഡ് ഫൈനലി വി വിൽ ടേക്ക് എ ഡിസിഷൻ. അവസാനം നമ്മളൊരു തീരുമാനമെടുക്കും. ഓണാഘോഷത്തിന് നമ്മളെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നമ്മളെ വിളിക്കുന്നു, നിലവിളക്ക് കൊളുത്താനായിട്ട് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നം വരും. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന, വിശ്വാസികൾ ഫേസ് ചെയ്യുന്ന ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധികളാണ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമായതുകൊണ്ടാണ് ഞാനിത് എടുക്കാനായിട്ട് ഇന്ന് ഉദ്ദേശിച്ചത്. ഇത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ നടക്കും. ദൈവവചനത്തിന് വിരോധമായിരിക്കുന്ന, ദൈവവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളോ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, എസ്പെഷ്യലി വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒക്കെയും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന ഒരു പ്രതിസന്ധി വരും. ഇത് വ്യക്തികൾക്ക് മാത്രമല്ല വരുന്നത്, സഭയ്ക്കും വരും. എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഒരു സ്ഥലത്ത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, എന്നാൽ ഇവിടെ നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും നമ്മുടെ അടുപ്പവും ഒരു സ്ഥലത്ത്. ഇത് രണ്ടും തമ്മിലുള്ള വടംവലിയാണ് നടക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു പോകും. വളരെ പ്രശ്നമാണ്. ഇതിൽ കുറച്ച് പേര് ഈ കുടുംബ ബന്ധത്തിനും അല്ലെങ്കിൽ ഈ സ്നേഹത്തിനൊക്കെയും വേണ്ടി വാദിക്കുമ്പോൾ ചിലരിവിടെ വാദിക്കും, ദൈവവചനം ഇതല്ലേ പറയുന്നത്, ഇതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് ആരും ഒന്നും സംസാരിക്കേണ്ട, മൂടി വയ്ക്കാം എന്ന് വിചാരിച്ചാൽ അത് നല്ലൊരു കാര്യമല്ല. കാരണം ഇത് പരസ്യമായിട്ട് പറയുകയും അറിയുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്, എന്ത് നിലപാടാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ഇക്കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത ഒരു തലമുറയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു യുവാക്കന്മാർ, യുവതികൾ, അല്ലെങ്കിൽ അടുത്ത് വിവാഹം കഴിക്കേണ്ട 10 വർഷം കഴിഞ്ഞ് വിവാഹം കഴിക്കേണ്ട ആൾക്കാരുണ്ട്. അവരുടെ ഓർമ്മയിലേക്ക് ഇത് വരും. അന്ന് ഇത് സംഭവിച്ചില്ലേ, അന്ന് എൻ്റെ അപ്പനും അമ്മയും എന്ത് സ്റ്റാൻഡാണ് എടുത്തത്, എൻ്റെ ബന്ധുമിത്രാദികൾ എന്ത് സ്റ്റാൻഡാണ് എടുത്തത്, സഭ എന്ത് സ്റ്റാൻഡാണ് എടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാകും, പുറത്ത് ചോദിച്ചില്ലെങ്കിലും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ സീരിയസാണ്. ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധിയിൽ നാം എടുക്കുന്നതായിരിക്കുന്ന തീരുമാനങ്ങൾക്ക് ദൂരവ്യാപകമായിരിക്കുന്ന അതിനുള്ള കോൺസിക്വൻസസ് അതിനുള്ളത് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് നാം എന്ത് സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു റൈറ്റ് ചോയ്സ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ശരിയായ തീരുമാനമെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ വളരെ എളുപ്പത്തിലും വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ചില നിലപാടുകൾ നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ
അവരുടെ ആത്മീയമായിരിക്കുന്ന നിലവാരത്തിനനുസരിച്ച് ആ തീരുമാനങ്ങൾ വളരെ വ്യക്തമായി എടുക്കേണ്ടതാണ്. കാരണം ഒരു വിശ്വാസിക്ക് ആധാരമായിരിക്കുന്നത് ദൈവവചനമാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് എല്ലാം വരുന്നത്. ലോകത്തിൻ്റെതായിരിക്കുന്ന തീരുമാനങ്ങളല്ല, നമ്മുടെ ബന്ധുക്കളുടെ തീരുമാനങ്ങളല്ല, നമ്മുടെ കൂട്ടുകാരുടെ തീരുമാനങ്ങളല്ല, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില പേഴ്സണാലിറ്റിയുടെ തീരുമാനങ്ങളല്ല. ഈ തീരുമാനങ്ങളെല്ലാം വരേണ്ടത് ദൈവവചനത്തിൽ നിന്നാണ്. ബൈബിൾ വാട്ട് ഇറ്റ് സേസ്, ദൈവവചനം എന്തു പറയുന്നു ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരു യഥാർത്ഥ വിശ്വാസി, ശരിയായിരിക്കുന്ന വിശ്വാസി, അവനെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ആ വേദപുസ്തകത്തിൽ എന്താണ് എന്നോട് പറയുന്നത്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഔട്ട് ഇൻ ദ ബൈബിൾ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന സൈദ്ധാന്തികമായിരിക്കുന്ന തത്വപരമായിരിക്കുന്ന എന്ത് കാര്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മേ നോട്ട് ബി ദ എക്സാക്ട് സിറ്റുവേഷൻ, ആ സാഹചര്യം ആയിരിക്കത്തില്ല വേദപുസ്തകത്തിലുള്ളത്. എന്നാൽ ആ വേദപുസ്തകത്തോട് ചേർന്നിരിക്കുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് വെളിച്ചം തരുന്നതായിരിക്കുന്ന ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഓക്കെ, മീഖ എഴുതിയ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 8-ാം വാക്യം ആധാരമായിട്ട് നമുക്കിതൊന്ന് വായിക്കാം. മൈക്ക 6:8. മീഖയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാം വാക്യം. ഹി ഹാസ് ആൻസർഡ് ഷുഡ് thee, O man, what is good, and what does the Lord require of thee, but do justly and to love mercy and to walk humbly with God. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു വന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഇവിടെ ഒരു എത്തിക്കൽ ഡിസിഷൻ്റെ, ധാർമ്മികമായിരിക്കുന്ന തീരുമാനം എടുക്കുന്നതിൻ്റെ സ്ട്രെയിറ്റായിട്ട് ഡയറക്റ്റായിട്ട് അവിടെ പറയുന്നില്ലെങ്കിലും അവിടെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ എത്തിക്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ അവിടെ ഇടുകയാണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികത. അവിടെ പറഞ്ഞിരിക്കുക, ഹി ഹാസ് ടോൾഡ് യു ഓ മാൻ, നീ മനുഷ്യ, നിന്നോട് പറയുകയാണ്. അപ്പോൾ മനുഷ്യനെ ഉദ്ദേശിച്ചാണ് ദൈവം ഇവിടെ പറയുന്നതിന് കാരണം ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഹി ഹാസ് ടോൾഡ് യു, ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. മനുഷ്യ, നിന്റെ തീരുമാനങ്ങളുടെ എല്ലാം കാരണം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം നിന്നോട് പറയുന്നു, അല്ലാതെ ഒരു വ്യക്തി പറയുന്നതല്ല. ഹി ഹാസ് ടോൾഡ് യു, ദൈവം നമ്മളോട് എന്ത് പറയുന്നു എന്നുള്ളതാണ് അവിടെ പ്രാധാന്യമുള്ളത്. ആൻഡ് അവിടെ എന്താ എത്തിക്സിനെ കുറിച്ച് പറയുന്നറിയാമോ? വാട്ട് ഈസ് ഗുഡ്. അത് നല്ല ശ്രദ്ധിക്കുക. മനുഷ്യ, നല്ലത് എന്തെന്ന് നല്ലതറിയണം എന്നുള്ളതാണ്. യു ഹാവ് ടു ഡിസ്റ്റിങ്വിഷ് വാട്ട് ഈസ് ഗുഡ്. എന്താണ് നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എന്താണ് അത്, എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? മീഖ 6:8 നമ്മൾ വായിക്കുന്നത്. വാട്ട് ഡസ് ലോർഡ് റിക്വയർ ഓഫ് യു, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് യഹോവ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ എത്തിക്കൽ ഡിസിഷൻ്റെയും കാര്യങ്ങൾ ദൈവം എന്നോട് പറഞ്ഞത് നല്ലതിന് വേണ്ടിയിട്ട്, പിന്നെ എന്തിനാണ്? ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം റിക്വയർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താന്ന് പറഞ്ഞാൽ, ടു ഡു ജസ്റ്റ്ലി ആൻഡ് ടു ലവ് മേഴ്സി ആൻഡ് ടു വാക്ക് ഹംബ്ലി വിത്ത് ദൈ ഗാഡ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് നമ്മൾ താഴ്മയോടെ നടക്കുവാൻ, ദൈവത്തിന് മുമ്പിൽ ആ ദൈവം പറഞ്ഞതായിരിക്കുന്ന കൽപ്പന ഞാൻ അനുസരിച്ച് എന്നുള്ളതായിരിക്കുന്ന സമാധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്ത് തീരുമാനമായാലും എടുത്തു കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കും. ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ന സമയത്ത് പോയി ഇന്ന സമയത്ത് എത്തണം, ഈ ട്രെയിനിൽ പോയാൽ നല്ലതാണ് എന്നെല്ലാം നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറ്. എന്നിട്ട് ബുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഫൈനലി വന്നിട്ട് ഇന്ന ട്രെയിനിലാണ് പോകുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, വറി ചെയ്യാറില്ല. കഴിഞ്ഞു, ദ ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ. വിവാഹബന്ധത്തിലേക്ക് പോകുമ്പോൾ ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്നു, വീട്ടുകാർ സംസാരിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നു, പ്രൊസീഡ് ചെയ്യാമെന്ന്.
സമാധാനം. അപ്പോൾ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും തീരുമാനം എടുക്കുന്നത് വരെയാണ് പ്രശ്നം. ശരിയായിരിക്കുന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. പലപ്പോഴും നമ്മൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ നിമിത്തമായിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം, അവിടെ പാപം മാറി ദൈവത്തോട് നമുക്ക് സമാധാനം വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയിൽ ദൈവം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനം വരും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് സമാധാനം നൽകും. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, ബന്ധുക്കളുടെ സമ്മർദ്ദം മൂലം നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, എന്നെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തീരുമാനം എടുത്തതിന് ശേഷം സമാധാനം വരികയില്ല. സമാധാനം വരുന്നത് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. ദൈവം എന്നോട് പറഞ്ഞ കാര്യം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവന് വേണ്ടിയിട്ട് എനിക്ക് സമാധാനവും സന്തോഷവും എന്നെ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാനായിട്ടും എനിക്ക് നൽകുന്നതായിരിക്കുന്ന, അതിന് ശേഷം നടക്കുന്നതായിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ്. അതാണ് സമാധാനം. ഇതനുഭവിക്കാൻ നമുക്ക് കഴിയണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇതുകൊണ്ടാണ്. വളരെ ലാഘവത്തോടെ ഒരുപക്ഷെ ഞാനിത് പറയുന്നതിന് എടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ തീരുമാനങ്ങളിൽ പരാജയപ്പെട്ടവർ പലപ്പോഴും ജീവിതത്തിൽ പിന്നെയുള്ള നാളുകളിൽ ദുഃഖിക്കുകയും പിന്നെയുള്ള നാളുകളിൽ സമാധാനമില്ലാതെ ജീവിക്കുകയൊക്കെ ചെയ്തതാണ്. നമ്മുടെ യുവാക്കന്മാർ പറയേണ്ടതായിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, അവരുടെ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ, അവരുടെ യുവത്വത്തിൻ്റെ അഹങ്കാരത്തിൽ, ആരോഗ്യവും മാനസികമായിരിക്കുന്ന ശക്തിയുമൊക്കെ ഉള്ളപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പിന്നെ അതിൻ്റെ ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ്. Youngsters, please listen that the decisions that you are taking, you may think that is very light because of your strength, because of your mental power, but it has got a long consequences in your life. And later on you may regret it, but you cannot come back to that decision level. You may regret that. വിശ്വാസികളായിരിക്കും നാമും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം അവിടെ തോട്ടത്തിൽ വെച്ചു. അവിടെ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് അവർക്കൊരു അവസരം നൽകി. ആ തീരുമാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ വിധേയത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. അല്ലാതെ അത് ഭക്ഷിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. വാട്ട് ഗോഡ് ഹാസ് സെഡ് യു, ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞത്, വാട്ട് ഗോഡ് ഹാസ് ടോൾഡ് യു, അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ തീരുമാനമെടുത്തത്? ജീവിതത്തിൽ ഓരോ ദിവസവും ഇതേപോലെയുള്ള തീരുമാനങ്ങൾ, ഹവ്വയ്ക്കും ആദാമിനും എടുക്കുവാൻ പറ്റിയതുപോലുള്ള തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിലും ഒരുപക്ഷെ ഈ ലോകവും പിശാചും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. സംടൈംസ് ഗോഡ് ആൾസോ അലൗ യു us to take a decision. ആ സമയത്ത് ഈ മറിയയെ അല്ലെങ്കിൽ ഹവ്വയെ കുറ്റം പറയുന്ന നമ്മൾ, ആദാമിനെക്കുറിച്ച് ഹവ്വയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വിചാരിക്കും they would have avoided it, അതവർ അവോയ്ഡ് ചെയ്തിരിക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിയതായിരിക്കുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റിയതായിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. വി ഫെയിൽഡ് ഇൻ ദാറ്റ്. നമ്മൾ വായിക്കുമ്പോൾ സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ഓടിച്ചു വായിച്ചു പോകുമ്പോൾ ഇത് മനസ്സിലാകത്തില്ല. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, ആരെ ഭയപ്പെടണം? നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. അത് കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ പ്രമാണിക്കുക. അത് ആർക്കാണ്? സകല മനുഷ്യർക്കുമാണ് ദൈവത്തിൻ്റെ പ്രമാണമെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് അംഗീകരിച്ച വിശ്വാസികളായിരിക്കുന്ന, അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്ന നമ്മൾ എത്രമാത്രം അവൻ്റെ കൽപ്പനകളെ നമ്മൾ ഭയപ്പെടണം. ഭയം നമുക്കുണ്ടോ ദൈവത്തോട്? തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടാണോ തീരുമാനമെടുക്കുന്നത്? ദൈവം പറഞ്ഞ കാര്യമാണോ ഞാൻ ചെയ്യുന്നത്? അതോ ലാഘവത്തോടെയാണോ ആ കാര്യങ്ങൾ കാണേണ്ടത്? ദൈവത്തിൻ്റെ കൽപ്പനകളെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യർക്കുമാണോ? ഞാൻ ഒന്നുകൂടെ വേറൊരു നിലയിലേക്ക് വരാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നതിന് മുമ്പ് തന്നെ
അബ്രഹാം വഴിയായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ, വാട്ട് ഈസ് ദ മോറൽ പ്രിൻസിപ്പിൾ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന കൽപ്പനകളെ ഈ ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ട് ദൈവം അബ്രഹാം വഴിയായിട്ട് അത് ലോകത്തെ അറിയിച്ചു. ആൻഡ് ഏബ്രഹാം അണ്ടർസ്റ്റുഡ് ദാറ്റ്. അബ്രഹാമിന് അത് മനസ്സിലായി. എന്തു ചെയ്തു? അവൻ്റെ കൽപ്പനയെ പ്രമാണിച്ചു. എന്താണെന്ന് അവൻ്റെ കൽപ്പനയുടെ ഒരു ഉദാഹരണം നമുക്കറിയാം. തൻ്റെ ഏകപുത്രനായിരിക്കുന്ന മകനെ കൊണ്ടുപോയി മോറിയാമലയിലേക്ക് പോകണം, അല്ലേ? ആ തീരുമാനം ആരെടുത്തു? അബ്രഹാം എടുത്തു. അവിടെ മകനാണെന്ന് നോക്കിയില്ല, അവിടെ മകളാണെന്ന് നോക്കിയില്ല. ദൈവം എന്തു പറഞ്ഞോ ഞാൻ അത് സാക്രിഫൈസ് ചെയ്യും. എൻ്റെ മകനെ ഞാൻ സാക്രിഫൈസ് ചെയ്യും, എൻ്റെ മകളെ ഞാൻ സാക്രിഫൈസ് ചെയ്യും, എൻ്റെ ബന്ധുമിത്രാദികളെ ഞാൻ സാക്രിഫൈസ് ചെയ്യും. എന്തുകൊണ്ട്? ബിക്കോസ് ഗോഡ് ഹാസ് ടോൾഡ് മീ. ദൈവം പറഞ്ഞതുകൊണ്ട്. നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. യേശുവിൻ്റെ ത്യാഗത്തെക്കുറിച്ച്, ക്രൂശിലെ ത്യാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഘോരം പ്രസംഗിക്കും, വളരെ ഇമോഷണലായിട്ട് നമ്മൾ പ്രസംഗിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ സാക്രിഫൈസ്, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളെ വിട്ടുകൊടുക്കുവാൻ, നമ്മുടെ ജീവിത രീതികളിലുള്ളൊരു മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. തീരുമാനങ്ങൾ എടുത്തു. 1-ാം തീയതി പലരും തീരുമാനം എടുത്തു, 3 ദിവസമായി 4 ദിവസമായിട്ട് വയലേറ്റ് ചെയ്തിരിക്കുക. ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വലിയ കാര്യങ്ങളുണ്ട്, അതൊരു വലിയ സിമ്പിളായിരിക്കുന്ന ഒരു കാര്യമാണ്. വലിയ കാര്യങ്ങളുണ്ട്, വിട്ടുകൊടുക്കാൻ മനസ്സില്ല. പല കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ബട്ട് വി ടോക്ക് അബൌട്ട് സാക്രിഫൈസ്. ത്യാഗത്തെക്കുറിച്ച് പറയും. അബ്രഹാമിൻ്റെ ത്യാഗം ആരാധനവേളയിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കും ചിലരൊക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ത്യാഗത്തിനും ഒരു മകനെയും നമ്മൾ വിട്ടുകൊടുക്കുകയില്ല, ഒരു മകളെയും നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. ദൈവം പറഞ്ഞു വിട്ടുകളയാൻ പറഞ്ഞാൽ, ദൈവം പറഞ്ഞു അത് പാടില്ല എന്ന് പറഞ്ഞാൽ, ഐ കനോട്ട് ഡിസോൺ മൈ സൺ, I cannot disown my relatives. I can't disown my church. I can't disown my anybody who the personality who is affecting me. ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ പ്രിൻസിപ്പിൾസ് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ ഈഗോ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ സ്വഭാവത്തെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഒരു മാറ്റം പറയുമ്പോൾ മാറാൻ എനിക്ക് മനസ്സില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്. എനിക്ക് ആഗ്രഹമില്ല, എന്നെ മാറ്റുവാൻ എനിക്ക് ആഗ്രഹമില്ല. സഹോദരന്മാർ പറയുന്നു, ദൈവവചനം പറയുന്നു, മാറുക, സ്വഭാവത്തെ മാറ്റുക എന്ന് പറയുമ്പോൾ മാറ്റുകയില്ല. കാരണം ഐ എം നോട്ട് ലിസണിങ് ടു ഗോഡ്. ദൈവത്തെ അനുസരിക്കാൻ എനിക്ക് കൽപ്പന, എനിക്കത് ഭയമില്ല. അവിടെയാണ് അബ്രഹാമിൻ്റെ ത്യാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മകനെ കൊടുക്കുവാൻ പോലും മടി കാണിക്കാഞ്ഞത്. ഈ പഴയ നിയമത്തിലെ ഈ മോറൽ പ്രിൻസിപ്പിൾ, ദൈവം നൽകിയതായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധിയിൽ എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് അബ്രഹാം ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അത് ലോകമെങ്ങും പരന്നു. പലരും ഇത് അറിഞ്ഞു. ഈ ഇസ്രായേലിന് അതിന് മുമ്പ് തന്നെ എബ്രഹാമിനും അതിനുശേഷം നോഹയ്ക്കും ഇവർക്കെല്ലാം നൽകിയതായിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ, നോഹയും അബ്രഹാമും അത് കഴിഞ്ഞിട്ട് അബ്രഹാമിനും നൽകിയതായിരിക്കുന്ന ദൈവത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ലോകത്തിന് മുമ്പിൽ ദൈവം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, ദൈവം പ്രകടിപ്പിച്ചു എല്ലാവരും അറിയാനായിട്ട്. എനിബഡി ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിൽ ആരെങ്കിലും ഇത് പ്രമാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ പലരുടെയും മനസ്സിൽ ധാർമ്മിക പ്രമാണങ്ങളുണ്ട്. വിശ്വാസികളല്ലാത്തവരും ധാർമ്മികമായിരിക്കുന്ന പ്രിൻസിപ്പിൾസ് പുലർത്തുന്നവരുണ്ട്. നമ്മളെക്കാൾ ഒരുപക്ഷെ നല്ല ജീവിത നിലവാരമുള്ള വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് കഴിയും. ഫ്രം വെയർ ഇറ്റ് കെയിം, എവിടെ നിന്ന് വന്നു? ദൈവത്തിൻ്റെ പ്രമാണം ലോകമെങ്ങും മനസാക്ഷി വഴിയും അല്ലാതെയും പരകിയതുകൊണ്ട്, അത് പരന്നു വന്നതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ. സോ a moral philosophy exists in this world, and that philosophy was given by God. ദൈവം നൽകിയതായിരിക്കുന്ന ഒരു ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്തം ഇതെല്ലാവർക്കും ഉണ്ട്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിലേക്ക് ദൈവം അയച്ചല്ലോ. നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാകുകയല്ല എന്തുകൊണ്ടാണ് 400 വർഷം അവിടെ അടിമകളായിട്ട് ജീവിച്ചുവെന്ന്. എന്തിനു വേണ്ടിയായിരിക്കാം? ഒരുപക്ഷെ ആ ഇസ്രായേൽ ജനം ആ മിസ്രൈമിൽ ചെന്നപ്പോൾ അവരവിടെ പുലർത്തേണ്ടിയിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ കൂടി ധാർമ്മികമായിരിക്കുന്ന നിലവാരം അവർ പുലർത്തിയിരിക്കണം. അതുകൊണ്ട് ഈജിപ്തിലുള്ളവരും ഇസ്രായേലിലുള്ളത് എന്താണ് ദൈവത്തിൻ്റെ ധാർമ്മിക പ്രമാണം എന്ന് മനസ്സിലായി. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ഒരാളെ ആയിരിക്കും അവിടെ അയച്ചിരിക്കുന്നത്, ന്യൂനപക്ഷമായിരിക്കാം. എന്നാൽ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് അനേകരെ സ്വാധീനിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന ധാർമ്മികമായിരിക്കും ചില പ്രിൻസിപ്പിൾസ് ആയിരിക്കും. ഓഫീസിലായിരിക്കുമ്പോൾ, കോളേജിലായിരിക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോൾ യു മേ ബി അലോൺ ടു ടേക്ക് എ സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു നിലവാരം നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരാൾക്ക് മാത്രമേ പുലർത്താൻ നിങ്ങളെ അവിടെ കഴിഞ്ഞു എന്ന് വരാം. ആ ക്ലാസ്സിലുള്ള 50 കുഞ്ഞുങ്ങളിൽ 49 പേരും അവർ വേറെ ധാർമ്മിക നിലവാരമുള്ളവരാണ്.
Even though they know about the moral principle of God, but they, because of the sin, they are violating it. അതവർ വയലേറ്റ് ചെയ്യുക. അവിടെ ദൈവം നിങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് ആൻ ആക്സിഡൻ്റൽ. ആ കോഴ്സിലേക്ക് ദൈവം നിങ്ങളെ അയച്ചത്, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ അയച്ചത് അവിടെ നിങ്ങൾ ധാർമ്മിക നിലവാരം പുലർത്തുവാനായിട്ടാണ്. അവിടെ നിങ്ങളുടെ തീരുമാനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായി തീരണം. വൈ ദിസ് പേഴ്സൺ, ഇയാൾ മാത്രം എന്തുകൊണ്ട് ഈ നിലവാരം പുലർത്തുന്നു? അവിടെ നിങ്ങൾ പലതും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ ഒരുപക്ഷെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കോൺവെർസേഷനിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മാർക്കിൽ നിങ്ങൾ ഒരുപക്ഷെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കിട്ടേണ്ട പൊസിഷൻ ഒരുപക്ഷെ അവിടെ നഷ്ടമായി എന്ന് വരാം. എന്നാൽ അവിടെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസിന് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്തുവാനായിട്ട് കഴിയും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ടല്ലോ, ആ സമാധാനം നിങ്ങളെ ഭരിക്കും. ഓ, ഐ ഒബേഡ് ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ അനുസരിച്ചു. ഐ വാസ് ഗോയിങ് അണ്ടർ ദറ്റ് ടർമോയിൽ. ആ പ്രതിസന്ധി കൂടി ഞാൻ കടന്നുപോയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് വെളിയിൽ വന്നപ്പോൾ ആ ദൈവം നൽകിയതായിരിക്കുന്ന സമാധാനം, എന്തോ ഒരു സമാധാനം. കോഴ്സിൻ്റെയൊക്കെ ഫൈനൽ ഇയറിൽ യു ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ, 4 വർഷത്തെ കോഴ്സിൽ 3 വർഷത്തെ കോഴ്സിലൊക്കെയും ഞാൻ വിജയശ്രീലാളനായത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, എനിക്ക് കർത്താവിന് വേണ്ടി അവിടെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞു. ഓഫീസിൽ എല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർ ആകുന്ന സമയത്ത് ഞെളിഞ്ഞു നിന്നുകൊണ്ട് പറയാം, അഹങ്കാരത്തോടെ പറയാം, എന്ത് പറയാം, എൻ്റെ 35 വർഷത്തെ സർവീസിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ സർവീസിൽ ഐ സ്റ്റുഡ് ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി നിന്നു എന്ന് പറയാനായിട്ട് കഴിയും. അനേക വ്യക്തികൾ എനിക്കറിയാം അങ്ങനെ പറഞ്ഞവരുണ്ട്. വലിയ സദസ്സിൻ്റെ മുമ്പിലൊക്കെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ആർക്കെങ്കിലും എന്നെക്കുറിച്ച് പറയാനായിട്ട് കഴിയുമോ? സാക്ഷ്യമുള്ളൊരു ജീവിതമാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് കാരണം ഇറ്റ്സ് നോട്ട് സോ ഈസി. ഞാൻ പറഞ്ഞത് വളരെ ഈസി എന്ന് വിചാരിക്കേണ്ട. എടുക്കുന്ന തീരുമാനങ്ങൾ അത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ നമുക്ക് പോസിബിൾ അല്ല, പക്ഷേ എത്രമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഐ മേ ഫെയിൽ ഇൻ സർട്ടൺ ഏരിയാസ്. ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ പറയപ്പെട്ടു എന്ന് വരാം. അപ്പോഴത്തെ എൻ്റെ മാനസിക അവസ്ഥയിലോ ആത്മീയ അവസ്ഥയിലോ ചിലപ്പോൾ ചില തെറ്റ തീരുമാനം എടുത്തെന്ന് വരാം. അതിന് അനന്തരഫലങ്ങളുണ്ടോയെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തിരുത്തുക, മാറുക, അത് ദൈവം നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരങ്ങളാണ്. ഇനി ക്രിസ്തുവിലെ കർത്താവിൻ്റെ മോറൽ പ്രിൻസിപ്പിൾസ് വരുമ്പോഴാണ് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന് 34-ാം വാക്യം, 34, John chapter 13 verse 34, A new commandment I give unto you, that you love one another as I have loved you, that you also love one another. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ദ ഹോൾ ദൈവത്തിൻ്റെ സകല കമാൻഡ്മെൻറ്റ് കണ്ടൻസ് ചെയ്ത് ഒരു എസൻസ് ആയിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ കൽപ്പന എന്ന് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണമെന്നാ അവിടെയാണ് ഞാനിന്ന് ശ്രദ്ധിക്കുന്നത്. ആസ് ഐ ഹാവ് ലവ്ഡ് യു, ഞാൻ സ്നേഹിച്ചതുപോലെ എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്, അല്ലേ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സ്നേഹത്തിൻ്റെ മോഡൽ അവിടെ കർത്താവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. എന്താ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറയുന്നത് ഞാൻ സ്നേഹിച്ചത് എന്നെ തന്നെ തന്നുകൊണ്ടാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന ഞാൻ എത്രമാത്രം കാര്യങ്ങളെ വിട്ടുകൊടുത്തിട്ട്, എന്തെല്ലാം കാര്യങ്ങളെ വിട്ടുകൊടുത്തിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരിച്ച പോലെ ആ എറ്റേണൽ ആയിരിക്കുന്ന സമയത്തിന് പുറത്തുള്ള ദൈവം ഹി ചോസ് ടു കം ഇൻസൈഡ് ദ ടൈം. സമയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അവനെ തന്നെ ഒന്ന് ചുരുക്കി, അവൻ്റെ സൃഷ്ടിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുവാൻ അവന് തീരുമാനമെടുത്ത് നമ്മുടെ ആ ലൈഫ് സ്പാനിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ടൈം സ്പാനിൽ ജീവിക്കുവാനായിട്ട് ദൈവം തീരുമാനമെടുത്തു. എന്തൊരു താഴ്ചയാണ്! ഈസ് ഇറ്റ് നോട്ട് സാക്രിഫിഷ്യൽ? അത് സാക്രിഫൈസ് അല്ലയോ? ത്യാഗമല്ലേ? ക്രൂശിലെ ത്യാഗത്തെ പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് നമ്മളിൽ ഒരാളെ പോലെ ജീവിച്ച് നമ്മളുടെ പരിമിതികളിലൊക്കെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, എല്ലാ പരിമിതികളും അനുഭവിച്ചുകൊണ്ട്, സ്പേസിൻ്റെയും ടൈമിൻ്റെയും എല്ലാം പരിമിതികൾ അനുഭവിച്ചിട്ട്, ആൻഡ് ഹി വാക്ക് ടുവേർഡ്സ് ദ ക്രോസ്, ആ ക്രൂശിലേക്ക് നടന്ന് പോവുകയാണ്. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നമുക്ക് ചിന്തിക്കുന്ന കാര്യമാണ്. ആ ക്രൂശിലേക്ക് നടന്നു കഴിയുകയാണ്. ഒന്നും കയ്യിലില്ലാത്തവനായിട്ട്, യാതൊരു വെപ്പണമില്ലാതെ
ശരിയായിരിക്കുന്ന വസ്ത്രങ്ങളില്ലാതെ രക്തമൊലിപ്പിച്ചുകൊണ്ട് അവിടെ നടന്നു കയറുന്നത്, ആ ക്രൂസിലേക്ക് നടന്നു കയറുന്നത് നമ്മളെ ഓർത്തുകൊണ്ടാണല്ലോ. അതാണ് സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ. അതാണ് സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ. പ്രകടനം അവിടെയാണ് കാണുന്നത്. നമ്മളതിന് തയ്യാറാണോ? ചിലപ്പോഴൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ രക്തം നമ്മുടെ മേലെ പതിക്കും, നമ്മളെ ക്രൂശിക്കാൻ ശ്രമിക്കും, നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും, നമ്മളെ നിന്ദിച്ചു എന്ന് വരാം. ഇതെല്ലാം ചെയ്തിട്ടും ആ ക്രിസ്തുവിനെ പോലെ ക്രൂശിലേക്ക് കയറാൻ തയ്യാറാണെങ്കിൽ തീരുമാനത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തായിക്കോട്ടെ, ഞാൻ ആ തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യം പറയുമ്പോൾ കർത്താവ് എല്ലാ മോറൽ പ്രിൻസിപ്പിൾസും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളെ നിങ്ങളെ പോലെ സ്നേഹിക്കുക. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. 10 കൽപ്പനകൾ അവിടെ കൊടുത്തെങ്കിൽ, ആ 10 കൽപ്പനകൾ പഴയ നിയമത്തിൽ കൊടുത്തെങ്കിൽ അതിൻ്റെ എല്ലാം സാരാംശം ഉൾക്കൊള്ളുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഈ ഒരു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷത്തിൽ നമുക്ക് 5-ാം അധ്യായത്തിലൊക്കെ ദൈവത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന പ്രിൻസിപ്പിൾസുകളൊക്കെയും ലോകം കാണാത്തതായിരിക്കുന്ന പുതിയ മാനദണ്ഡങ്ങൾ നൽകിയതാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ തീരുമാനമെടുക്കുന്നതിന് കാരണമായിരിക്കുന്നത്, ആധാരമായിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ബിക്കോസ് എന്തുകൊണ്ട്? ദൈവം സകലത്തെയും സൃഷ്ടിച്ച ആ ദൈവം ദൈവത്തിൻ്റെ മോറൽ പ്രിൻസിപ്പിൾസ് മുഴുവൻ നൽകി നമ്മളെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ലിസൺ വെരി കെയർഫുള്ളി. ദൈവത്തിൻ്റെ സകല മോറൽ പ്രിൻസിപ്പിൾസും ധാർമ്മികമായിരിക്കുന്ന തത്വങ്ങളും സിദ്ധാന്തങ്ങളും ദൈവം യേശു ക്രിസ്തുവിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തുവാണ്, കർത്താവാണ് എൻ്റെ ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞതുപോലെ നാം സ്നേഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സോ ദ ക്രിസ്ത്യൻ മൊറാലിറ്റി ഈസ് ബൗണ്ട് ഇൻ എ പേഴ്സൺ ജീസസ്. ശ്രദ്ധിക്കുക, നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സെൻറ്റേഡ് ഓൺ വൺ പേഴ്സൺ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലാണ്. ഇവിടെ വേറെ ഒരു വ്യക്തിയല്ല. ലിസൺ വെരി കെയർഫുള്ളി. വേറെ ഒരു വ്യക്തിയല്ല എൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം മദർ തെരേസയല്ല. എൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം മഹാത്മാഗാന്ധി അല്ല. ലോകത്തിൽ ജീവിച്ച വലിയ വലിയ ആൾക്കാരല്ല. ഈ കുടുംബത്തിലുള്ള എനിക്ക് മോഡലായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി അല്ല എൻ്റെ ധാർമ്മികതയുടെ പ്രിൻസിപ്പിൾ. സഭയുടെ മൂപ്പനല്ല ധാർമ്മികതയുടെ പ്രിൻസിപ്പിൾ. വലിയ പ്രാസംഗികരല്ല ധാർമ്മികതയുടെ പ്രിൻസിപ്പിൾ. ധാർമ്മികതയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. നോബഡി എൽസ്. ഞാനുമല്ല ധാർമ്മികതയുടെ പ്രിൻസിപ്പിൾ, ഞാനല്ല. എനിക്ക് ധാർമ്മികത ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ഓരോരുത്തരും വിചാരിച്ചാൽ അത് തെറ്റാണ്. എൻ്റെ ധാർമ്മികത ആപേക്ഷികമായിരിക്കുന്ന ധാർമ്മികയാണ്. ഇറ്റ് ഈസ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്, മറ്റുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ അബ്സല്യൂട്ട് ആയിരിക്കുന്ന, പരമോന്നതമായിരിക്കുന്ന ധാർമ്മികത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മികതയാണ് ഞാൻ പിൻപറ്റേണ്ടത്. വളരെ ശ്രദ്ധിക്കണം ഇക്കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് വേറെ ഒരു സ്വാധീനം എനിക്ക് ആവശ്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മികതയാണ്. അപ്പോൾ എത്തീസ്റ്റുകൾക്ക്, ദൈവത്തെ അറിയാത്തവർക്കും ഒക്കെ ഉണ്ട് ധാർമ്മികത. ഞാനത് ആദ്യം പറഞ്ഞ ആ ധാർമ്മികതയാണ്. ആ ധാർമ്മികതയെക്കാളും എൻ്റെ ധാർമ്മികത എന്ത് ചെയ്യണം? കൂടിയിരിക്കണം, മുഴച്ചു നിൽക്കണം. ഒരു ആഭരണം കളഞ്ഞു കിട്ടി എന്ന് പറഞ്ഞ ഒരാൾ സ്റ്റേഷനിൽ പോയി തിരിച്ചു കൊടുക്കുന്നു, ധാർമ്മികതയല്ലേ? എന്തെങ്കിലും ഒന്ന് കളഞ്ഞു കിട്ടി, പണം, പേഴ്സ് കളഞ്ഞു കിട്ടി, കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലീസിനോട് പറയുക കണ്ടുപിടിച്ച് കൊടുക്കണം, ധാർമ്മികതയാണ്. ഇതാണ് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നത്. ഇതിനേക്കാളും കൂടിയിരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പരസ്യമായിട്ട് അംഗീകരിക്കപ്പെടുന്നിരിക്കുന്ന ധാർമ്മികത മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ധാർമ്മികത പുലർത്തണമെന്നറിയാമോ? ഇത് നമ്മൾ ഓരോരുത്തരും അനലൈസ് ചെയ്യേണ്ടതാണ്, ഓരോരുത്തരുടെയും ചിന്തയിൽ പറയേണ്ടതാണ്. ധാർമ്മികമായിട്ട് ഞാൻ പെരുമാറുന്നു എന്നതാണ് മോറലി. And that morality depends upon the principles laid out by Jesus Christ. യേശു ക്രിസ്തുവാണ് അതിന് അടിസ്ഥാനമായിരിക്കുന്നത്. ലോകത്തിൻ്റെ മൊറാലിറ്റിയെക്കാളും മുകളിൽ നിൽക്കുന്നതാണ്, അതിനേക്കാളും കൂടിയതാണ്. ഇത് നമ്മൾ വളരെ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ
ശരിയും തെറ്റും കണ്ടുപിടിക്കാനാണ് നമുക്ക് കൂടുതൽ വ്യഗ്രത. എപ്പോഴും ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ നമ്മൾക്കെല്ലാവരും നമ്മൾ ശ്രമിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ ശരിയും തെറ്റിലും വരുന്ന ഒരു പ്രശ്നമുണ്ട്. ശരി നമ്മൾ എളുപ്പം കണ്ടുപിടിക്കാം എന്ന് വെച്ചോളൂ, ശരി കണ്ടുപിടിച്ചു, വാട്ട് ഈസ് റൈറ്റ്. എന്നാൽ ഈ ധാർമ്മിക പ്രതിസന്ധി എന്ന് പറയുന്നത്, മോറൽ ഡിലമ എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കൂടുതൽ ശരിയാകുമ്പോഴാണ്, ഒന്നിനേക്കാൾ ശരിയുടെ എണ്ണം ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് ധാർമ്മിക പ്രതിസന്ധി വരുന്നത്. പിടികിട്ടി ഞാൻ പറഞ്ഞത്? ശരിയാണെന്ന് തോന്നും, എന്നാൽ ആ ശരികൾ പല ശരികളുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ധാർമ്മിക പ്രതിസന്ധി എന്ന് പറയുന്നത്. ശരികൾ കൂടിക്കഴിയുമ്പോൾ വളരെ പ്രശ്നമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ചില പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ജെ എ പാക്കർ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, അയാളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റിംഗ് അബ്സല്യൂട്ടിസം എന്ന് പറയും, പരസ്പര വിരുദ്ധമായിരിക്കുന്ന സമ്പൂർണത എന്ന് പറയും. അദ്ദേഹം പറയുന്നത് ചിലത് സമ്പൂർണതയുടെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അത് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ജെ എ പാക്കർ പറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ വചനം അതേക്കാളും കുറച്ചുകൂടെ വിശദമായിട്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേന് ഈ ശരികൾ പലതുണ്ടേലും ദൈവത്തിന് ഒന്നേ ശരിയുള്ളൂ. ശരികൾ പലതുണ്ടേലും ദൈവത്തിനതിൽ ഒരു ശരിയേ ഉള്ളൂ. തെറ്റും ശരിയും ശ്രദ്ധിക്കുക, തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പക്ഷേ കുറച്ചൊരു നമുക്ക് ലോകത്തിൻ്റെതായിരിക്കുന്ന ധാർമ്മികത ഉണ്ടെങ്കിൽ തന്നെ തെറ്റും ശരിയും കണ്ടുപിടിക്കാം. വിശ്വാസിയാകുമ്പോൾ കൂടുതൽ നമുക്ക് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് അറിയാവുന്നതുകൊണ്ട്, ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കാം തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്ന മെസ്സേജസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തെറ്റും ശരിയും എളുപ്പം കണ്ടുപിടിച്ചു എന്ന് വരാം. എന്നാൽ കൂടുതൽ ശരി വരുമ്പോൾ, ആൻഡ് ഇറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാൻ എടുക്കേണ്ടതായിരിക്കും തീരുമാനം എന്നിലേക്ക് വരുമ്പോഴാണ്. പൊതുവായിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പലരെ ശരിയെന്ന് പറയും, ചിലർ തെറ്റെന്ന് പറയുമ്പോൾ ഈ ശരിയോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് എളുപ്പമാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കണം. കളക്റ്റീവായിട്ട്, ഗ്രൂപ്പായിട്ട് തീരുമാനം എടുക്കുമ്പോൾ ശരിയുടെ പക്ഷത്ത് ആൾ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് അവർക്ക് വാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനോട് ചേരാൻ കഴിയും. പിടികിട്ടിയോ? എനിക്കതിനോട് ചേരാൻ എളുപ്പമാണ്. ന്യൂനപക്ഷമായിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് ശരികളുടെയും ശരിയും തെറ്റും ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴാണ്. ന്യൂനപക്ഷമായിരിക്കുന്ന ഒരുത്തർ പറയുമ്പോൾ ഞാൻ വളരെ സേഫായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ശരിയുടെ സൈഡിലേക്ക് മാറാം. പക്ഷേ അത് കളക്റ്റീവായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്, പൊതുവായിട്ട് എടുക്കുന്ന തീരുമാനം, എൻ്റെ ഉള്ളിൽ നടക്കുന്ന തീരുമാനം, ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനം വരുമ്പോൾ എനിക്ക് ആരുമില്ല അകത്ത്. പിടികിട്ടിയോ? ഞാൻ പറയുന്നതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനം വരുമ്പോൾ അവിടെ എനിക്ക് വോട്ടിടാൻ പറ്റത്തില്ല. എനിക്ക് അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഒരാളേ ഉള്ളൂ. ഐ ഹാവ് ടു ഡിസൈഡ്. അങ്ങനെ വരുമ്പോഴാണ് കോംപ്ലിക്കേഷൻ വരുന്നത്. ചിലരിൽ ആഘവത്തോടെ ഇത് കാണുന്നുണ്ടായിരിക്കാം, എന്നാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്ത് തീരുമാനമെടുക്കും? ചില വാക്യങ്ങളൂടെ വായിച്ച് നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, യാക്കോബിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 5-ാം വാക്യം, യാക്കോബ് 1:5. നിങ്ങളിൽ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനാണ് ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനെ ലഭിക്കും. പിടികിട്ടിയോ? ഉത്തരം പിടികിട്ടിയോ? ഇവിടെ എന്താ പറയുന്നറിയാമോ? ഇങ്ങനെ ശരികൾ കുറേ വന്നിരിക്കുമ്പോൾ, കുറേ ശരികൾ എൻ്റെ മനസ്സിൽ വരുമ്പോൾ, അതും ശരി ഇതും ശരി എന്നൊക്കെ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ, ഇടയ്ക്കെന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മോറൽ പ്രിൻസിപ്പിൾസ് എല്ലാം എനിക്ക് മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ എത്രത്തോളം ആഴത്തിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒരാൾ മനസ്സിലാക്കണ പോലെ ആയിരിക്കണമെന്നില്ല വേറൊരാൾ മനസ്സിലാക്കുന്നത്. കൽപ്പനകൾ അത് അവിടെ ഉണ്ട്. എന്നാൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ ബുദ്ധിയുടെയും എൻ്റെ നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ആ കാര്യത്തെ, ആ കൽപ്പനകളെ ഞാൻ സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. ഗോഡ്സ് കമാൻഡ്മെന്റ് ഈസ് ദെയർ, ഇറ്റ് ഈസ് റിട്ടൺ ദെയർ. കർത്താവിൻ്റെ കമാൻഡ്മെന്റ് അവിടെ ഉണ്ട്.
സ്നേഹിക്കണമെന്നുള്ളത് കൽപ്പന അവിടെ ഉണ്ട്. പക്ഷേ ആ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയെ ഞാൻ എത്ര ആഴത്തിൽ ഉൾക്കൊള്ളൂ എന്നുള്ളത് ഇറ്റ് ഈസ് പ്യൂർലി സബ്ജക്റ്റീവ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്, ഞാൻ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഇൻസൈഡ് യുവർ മൈൻഡ് വാട്ട് ഐ എം ടെല്ലിങ്. കൽപ്പനകൾ അവിടെ ഉണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയുണ്ട്. ബട്ട് ഞാൻ എങ്ങനെ സ്നേഹിക്കണം, എത്രമാത്രം സ്നേഹിക്കണം, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ സ്നേഹിക്കും? പിടികിട്ടിയോ? ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. കമാൻഡ്മെൻ്റ് അവിടെ ഉണ്ട്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ മൈ അണ്ടർസ്റ്റാൻഡിങ്. ആ കൽപ്പനയെ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനെൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നത്. പ്രശ്നം എവിടെയാ? പ്രശ്നം എവിടെയാ? കൽപ്പനയിലല്ല പ്രശ്നം, നമ്മളത് മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി വായിക്കണം. യാക്കോബ് 1:5. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ, അതായത് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനം കുറവാണ്. എന്തിന് ജ്ഞാനം കുറവ്? എക്സാം പാസ്സാക്കാനുള്ള ജ്ഞാനമല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ധാർമ്മികമായിരിക്കുന്ന പ്രതിസന്ധി വരുമ്പോൾ എന്ത് തീരുമാനമെടുക്കുന്നു നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ, അവിടെ നിങ്ങളുടെ ജ്ഞാനം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോട് ചോദിക്കണം. ആലോചിച്ച് നോക്കുക, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു ആ ഇഷ്യൂവിന് വേണ്ടി? ഈ പ്രശ്നം വന്നപ്പോൾ എത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ചു? എത്ര നേരം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു? പ്രിജുഡീസ് ഇല്ലാതെ, ഒരു തീരുമാനമെടുക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട്, കർത്താവേ, ഇങ്ങനൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വരികയാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണ്, എൻ്റെ ഓഫീസിൽ ഇങ്ങനൊരു ഇഷ്യൂ വരികയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ജ്ഞാനം കുറവാണ്, എനിക്ക് പറ്റുന്നില്ല. കുറേ നേരമൊക്കെ ഞാൻ തിരിച്ച് നോക്കി, എൻ്റെ ബുദ്ധിയിലൊക്കെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കി, പലരോടൊക്കെ ചോദിച്ചു നോക്കി, ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് എ ക്ലിയർ ആൻസർ. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുക, യഹോവയോട് യാചിക്കട്ടെ, യഹോവയോട് യാചിക്കട്ടെ. ആ ഇഷ്യൂ വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ കൽപ്പനകൾ എനിക്ക് ക്ലിയർ ആണ്, ഓക്കെ, ബട്ട് എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യും? എൻ്റെ സാഹചര്യത്തിൽ ഞാനിത് എങ്ങനെ കൊണ്ടുവരും? ഇത് യാചിക്കട്ടെ. അതിനാണ് അവിടെ പറഞ്ഞത്, യാചിക്കട്ടെ. ഇനി റോമാലേഖനം 12:2 നമുക്കറിയാം. റോമാലേഖനം 12:2 അവിടെ എന്താ പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്ന് പറഞ്ഞാൽ, ലോകം ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കാതെ, ലിസൺ, ലോകം ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കരുത്. ലോകം എന്തു പറയുമെന്ന് എനിക്ക് ബോധറേഷൻ ഇല്ല. ലോകം എന്തും ചിന്തിച്ചോട്ടെ. ലോകം പറയും, നിങ്ങൾ ബന്ധുക്കളല്ലേ, നിങ്ങൾ സ്നേഹിതന്മാരല്ലേ, നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നതല്ലേ, നിങ്ങളുടെ ബോസ് അല്ലേ, നിങ്ങളുടെ സബോർഡിനേറ്റ് അല്ലേ എന്നൊക്കെ ലോകം പറയും. പക്ഷേ ഈ ലോകം പറയുന്നതല്ല ഇവിടെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അപ്പോൾ വിശ്വാസ ജീവിതം അങ്ങനെ എളുപ്പമുള്ളൊരു ജീവിതമല്ല. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. വന്ന് സിംപ്ലി കമ്മിങ് ആൻഡ് ഗോയിങ് എന്നിങ്ങനെ ഫ്രേസ് ഉണ്ട്. വെറുതെ വന്നിട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. സഭയിൽ വന്നിട്ട് ഞാനുണ്ട്, എൻ്റെ ഒരു ചെയറുണ്ട്, ഞാൻ ഇരുന്നു അവിടെ, ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ലോട്ട് ഓഫ് ടെർമോയിൽസ്, ലോട്ട് ഓഫ് ടൈം ഫോർ ലോട്ട് ഓഫ് ഡിസിഷൻസ് യു ഹാവ് ടു ടേക്ക്. സുഗമമല്ല. ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് അലോങ് വിത്ത് ദ വേൾഡ്. ലോകത്തോട് ചേർന്ന് പോവുക. നിങ്ങൾ ചിന്തിക്കുന്നില്ല, ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. നോട്ട് ബോതേർഡ് അബൌട്ട് ഡിസിഷൻസ് വാട്ട് ഗോഡ് ഈസ് ടേക്കിംഗ് അബൌട്ട് യു. ഒന്നും ചിന്തയില്ല. ഈ ലോകത്തിന് അനുരൂപമായിട്ട് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്, മറ്റുള്ളവർ ചെയ്യുന്ന അനുസരിച്ച് കൂടെ പോവുക, സപ്പോർട്ട് ചെയ്യുക, അവർക്ക് കൈയടിക്കുക, എന്തൊക്കെ ആയിക്കോട്ടെ. അത് ഈസിയാണ്, സുഗമമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് വെരി പീസ്ഫുൾ ലൈഫ് ഇൻ ദാറ്റ് ടേംസ്, അതുമായിട്ട് ചേർന്ന് പോകുമ്പോൾ. പക്ഷെ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ല. മനസ്സ് പുതുക്കണം.
യു ഹാവ് ടു ചേഞ്ച്. ഇവിടെ മനസ്സ് പുതുക്കണം, മാറ്റി വേണം ഇനിയും അവിടെ ഒന്ന് എഴുതാനായിട്ട് ദൈവത്തെ അനുവദിക്കണം. ദ ഡിസിഷൻ വാട്ട് ഐ ഹാവ് ടേക്കൺ, അറിയാതെ എടുത്ത തീരുമാനമാണെങ്കിൽ കർത്താവേ അത് മായ്ച്ചിട്ട് നിന്റെ ഹിതപ്രകാരമുള്ള ഒരു തീരുമാനം അവിടെ എഴുതണമേ. യുവാക്കന്മാരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പല പെൺകുട്ടികളും മനസ്സിലേക്ക് വരും, പല ആൺകുട്ടികളും മനസ്സിലേക്ക് വരും. അവരെ കല്യാണം കഴിക്കാമോ, ഇവരെ കല്യാണം കഴിക്കാമോ, വയലേറ്റിംഗ് ഗോഡ്സ് പ്രിൻസിപ്പിൾ, ദൈവത്തിൻ്റെ ഹിതമൊക്കെ അവിടെ മാറ്റിവെച്ചു. ഇതുവരെ പഠിച്ചതും കേട്ടതും, സൺഡേ സ്കൂളിൽ പഠിച്ചതും പ്രസംഗിച്ചതും ആരാധനയ്ക്ക് പറഞ്ഞതും എല്ലാം കേട്ടു. എന്നിട്ടും പോയി നാശത്തിൻ്റെ പടുകുഴിയിൽ പോയി വീഴുകയാണ്. ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ ഹിതമൊന്നും അവിടെ നോക്കുന്നില്ല. എൻ്റെ സെൻഷ്വൽ പ്ലഷേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കണ്ണുകൾ പറഞ്ഞു അത് റൈറ്റ് ആണെന്ന്, എൻ്റെ കാത് പറഞ്ഞു അത് റൈറ്റ് ആണെന്ന്. എനിക്കറിയാവുന്നൊരു യുവാവ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ വോയിസ്, ശബ്ദം കൊണ്ട് മാത്രം. പെൺകുട്ടിയെ കണ്ടിട്ടില്ല, സൗന്ദര്യം അറിയത്തില്ല, വിദ്യാഭ്യാസം അറിയത്തില്ല. ബട്ട് ദാറ്റ് വോയിസ് വാസ് വെരി പ്ലീസിങ്. ടെലിഫോൺ ചെയ്യുമ്പോൾ, മൊബൈലിൽ വരുമ്പോൾ ശബ്ദം ഭയങ്കര ക്യൂട്ടാണ്. ചിരിക്കണ്ട, നമ്മളിത് തന്നെ ചെയ്യുന്നേ. പലരും ഇതാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്രശ്നങ്ങളിലെല്ലാം പോയി വീണിട്ട് സഭയോട് പറയും, വ്യക്തികളോട് പറയും, പ്രാർത്ഥിക്കണേ എന്ന്. വാട്ട് ഫോർ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വാട്ട് ഫോർ യു ആർ ഗോയിങ് ടു പ്രേ? പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയുന്നത്, എന്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി എന്നല്ല, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും? എന്ത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? നത്തിങ്, ഒന്നുമില്ല പ്രാർത്ഥിക്കാൻ അവിടെ. He took a decision or she took a decision against the will of God. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. They have to repent. അത് പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വിഷമാണെന്നറിയാമോ? അപ്പനന്മാർക്ക് എന്ത് വിഷമാണെന്നറിയാമോ? ബന്ധുക്കൾക്ക് എന്ത് വിഷമമാണെന്നറിയാമോ? സഭയിൽ എന്ത് വിഷമമാണെന്നറിയാമോ? നമ്മുടെ കൂടെയുള്ളവർ ദൈവഹിതത്തെ വിട്ട് ഓടിപ്പോകുമ്പോൾ അത് എൻ്റെ മക്കളാകാം, നമ്മുടെ ഓരോരുത്തരുടെയും മക്കളാകാം, നമ്മുടെ കൂടെ പിറന്നവരാകാം, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളാകാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വളരെ നല്ല ആത്മീയരായിരിക്കുന്ന സഹോദരന്മാർ തെറ്റായ വഴികളിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖമുണ്ടല്ലോ. എനിക്ക് ചിലരുടെയൊക്കെ ഞാൻ വളരെ നന്നായിട്ട് കരുതിയിരുന്ന ആൾക്കാർ പാപത്തിൽ വീണുപോയി അവർ വിശ്വാസത്തെ വിട്ടകന്ന് പോകുമ്പോൾ ഭയങ്കര ദുഃഖമാണ്. എനിക്കൊരു യുവ സഹോദരനെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. എന്നാൽ ആ സഹോദരൻ ഒരു ദിവസം പറയുക, എനിക്ക് കർത്താവിനെ വേണ്ട എന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ ചങ്ക, എനിക്ക് എന്തുമാത്രം വിഷമം ഞാൻ കുഞ്ഞിലെ ഉണ്ടായെന്നറിയാമോ? ആരാധനയ്ക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സഹോദരനാണ്. ഞങ്ങളുടെയൊക്കെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന പരസ്യ പ്രവർത്തനത്തിൽ പോകാൻ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം ആ സഹോദരന് ഭാര്യയും മക്കളെയും വിട്ടിട്ട് വേറെ വഴികളിലേക്ക്, തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ എന്തൊരു വിഷമമായിരുന്നറിയാമോ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അടുത്തത് നമ്മൾ ഇനിയൊരു വാക്യം, എബ്രായ ലേഖനം 5:14. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കട്ടിയായിട്ടുള്ള ആഹാരം ലഭിച്ചിട്ടില്ല, അവർ ഭക്ഷിച്ചിട്ടില്ല. സഭയിലൊക്കെ നല്ല പാട്ടുമൊക്കെ കാണും, നല്ല മ്യൂസിക്കൊക്കെ കാണും, നല്ല ഉത്സാഹമൊക്കെ ആയിരിക്കും സഭയിൽ. പ്ലെൻറ്റി ഓഫ് ആക്ടിവിറ്റീസ് വിൽ ബി ദെയർ, ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. എന്നാൽ കട്ടിയായിട്ടുള്ള ആഹാരം ഭക്ഷിച്ചിട്ടില്ല, വചനത്തിൽ വേരൂന്നിട്ടില്ല, ദൈവത്തിൻ്റെ ധാർമ്മികമായിരിക്കുന്ന നിലപാടുകൾ എന്താണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. സൂപ്പർഫിഷ്യലായിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ കൊണ്ട്, സൂപ്പർഫിഷ്യലായിരിക്കുന്ന ചില വാക്യങ്ങളുടെ ഓർമ്മശക്തി കൊണ്ട് മെസ്സേജസ് ഒക്കെ നൽകാനായിട്ട് കഴിയും, നല്ല തോട്ടൊക്കെ കൊടുക്കാനായിട്ട് കഴിയും. എന്നാൽ കട്ടിയായുള്ള ആഹാരം ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ, ആഴത്തിലേക്ക് പോയി ദൈവവചനം പരിശോധിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. യു കനോട്ട്, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. പേഴ്സണലായിരിക്കുന്ന ബൈബിൾ സ്റ്റഡി, നല്ല ആഴത്തിൽ ദൈവവചനം, മോറൽ പ്രിൻസിപ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ
ദൈവവചന പഠനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആത്യന്തികമായിട്ട് നിങ്ങളുടെ ജീവിതം ഏറ്റവും ശോഭനമായിരിക്കുന്ന നിലയിൽ നീക്കുവാനായിട്ട്, സമാധാനത്തിൻ്റെ നിലയിൽ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ വരുവാനായിട്ട് ഈ പഠനം നിങ്ങളെ ഇടയാക്കും. ഇനി ഒരു വാക്യം കൊലോസ് ലേഖനം 1:9, ഫിലിപ്പ് ലേഖനത്തിൻ്റെ 1:9 ഞാൻ വായിക്കാം. കൊലോസ് ലേഖനം 1:9, അതുകൊണ്ട് നിങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ, ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മീയമായ സകല ജ്ഞാനത്തിൽ എന്തിനുള്ള ജ്ഞാനമാണെന്നറിയാമോ? വെറുതെ ബിബ്ലിക്കൽ നോളജ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമല്ല ഈ പറയുന്നത്. ബൈബിളിലെ അറിവല്ല. ഒരു സങ്കീർത്തനത്തിൻ്റെ ഇത്ര അധ്യായത്തിൽ ഇത്ര വാക്യം എന്ന് പറയുമ്പോൾ ആ വാക്യം പറയുന്നതിനുള്ള അറിവല്ല, അത് വേണം. പക്ഷേ അതിൽ കൂടുതലായിട്ട് ദൈവവചനത്തിൽ നൽകിയിരിക്കും ധാർമ്മികമായിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എൻ്റെ ജീവിതത്തിൽ ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ളതായിരിക്കുന്ന ജ്ഞാനം, അത് വേണം. എങ്ങനെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ ഡേ ടു ഡേ ഡിസിഷൻസ് ഞാൻ എങ്ങനെ എടുക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് പഠിക്കണോ നാളെ പഠിക്കണോ എന്നുള്ളത് ആ തീരുമാനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കണം. കൂടുതൽ നേരം ഉറങ്ങണോ കുറച്ചു നേരം ഉറങ്ങണോ എന്നുള്ളത് ഇവിടെ തീരുമാനം എടുക്കണം. ആ കോഴ്സിന് പോകണമോ ഈ കോഴ്സിന് പോകണമോ എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കണം. ഇതെല്ലാം ദൈവവചനത്തിൽ നിന്ന് എടുക്കേണ്ടതായിരിക്കും തീരുമാനങ്ങളാണ്. ദൈവം ക്രൂശിൽ നമ്മുടെ കർത്താവിനെ തന്നു. അതിനുശേഷം നമുക്കൊരു നല്ല ദാനം തന്നിട്ടുണ്ട്. എന്താ? പരിശുദ്ധാത്മാവ്. എന്തിനാ ദൈവം നൽകിയത്? ഈ പരിശുദ്ധാത്മാവിനെ ദൈവം എന്തിനാണ് നൽകിയത്? ഇടയ്ക്കൊന്ന് നിറഞ്ഞ് പാട്ടുപാടാൻ വേണ്ടിയിട്ടാണോ? അല്ല. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വേദപുസ്തകത്തെ നമുക്ക് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാനും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുമായിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ഇഫ് ഐ ആം നോട്ട് ഡിപ്പെൻഡിങ് ദാറ്റ് ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവിനെ ഞാൻ ആശ്രയിക്കുന്നില്ല, അവനൊരു റോളും കൊടുക്കുന്നുണ്ടെങ്കിൽ വാട്ട് ദ ഫൺ ഹീ ഈസ് സിറ്റിംഗ് ഇൻസൈഡ്, അല്ലേ? ചില മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ ഹെഡായിരിക്കുമല്ലോ മീറ്റിംഗ് നിയന്ത്രിക്കുന്നത്. ബാക്കി എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ വരും. ഒരുപക്ഷെ നല്ലൊരു ബോസ് ആണെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം പറയാനൊക്കെ ബോസ് സമയം കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് തോന്നിയ പോലൊക്കെ പറയും. അവസാനം ബോസ് പറയും, നിങ്ങളൊക്കെ തീരുമാനം എടുത്തെങ്കിൽ, ഞങ്ങൾ തീരുമാനത്തിൻ്റെ വക്കിലേക്ക് ബോസ് പറയും, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞോളൂ, പക്ഷേ ദ ഡിസിഷൻ വിൽ ബി ടേക്കൺ ബൈ ബോസ്. കിട്ടിയോ? നമുക്കൊരു ബോസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ യജമാനനുണ്ട്, നമ്മളെ നിയന്ത്രിക്കാനുണ്ട്. അവൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണ്, നമ്മുടെ ന്യായങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ നിരത്തുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നോ, വേണ്ട, ഇതല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാന്ന് പറയും. കേൾക്കാൻ തയ്യാറാണോ? ദൈവം നമുക്ക് നൽകിയിരിക്കുക പരിശുദ്ധാത്മാവിനെ. We must allow him to dictate. We must allow him to take decisions. പരിശുദ്ധാത്മാവുടെ തീരുമാനം എടുക്കണം. ഞാനല്ല തീരുമാനമെടുക്കുന്നത്, പരിശുദ്ധാത്മാവാണ് തീരുമാനമെടുക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കുണ്ട്, സാൽവേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, അല്ലേ? കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. സാൽവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? രക്ഷിക്കപ്പെട്ടു, ഇത്രാം തീയതി ഇന്ന സമയത്ത് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഗ്ലോറിഫിക്കേഷൻ നമുക്കറിയാം, കർത്താവ് വരും. നമ്മൾ ഇതിനെ രണ്ടിനെ കുറിച്ച് കൺസേൺ ഉള്ളവരാണ്, ചിന്തിക്കും. വി നെവർ സ്പീക്ക് അബൌട്ട് ദ സാങ്ക്ടിഫിക്കേഷൻ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കണം, പരിശുദ്ധമായതിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്ഞാനത്തിൽ ഞാനിങ്ങനെ വളർന്നു വരണം. സാങ്ക്ടിഫിക്കേഷൻ്റെ വേറൊരു അർത്ഥമാണ്. എന്തിൻ്റെ ജ്ഞാനത്തിൽ? പരിശുദ്ധാത്മാവ്, കർത്താവും പരിശുദ്ധാത്മാവും എന്നോട് പറയുന്ന കാര്യത്തിൽ എനിക്ക് ജ്ഞാനം വർദ്ധിച്ചു വരുമ്പോൾ എൻ്റെ ഡിസിഷൻസ് ഒക്കെയും കർത്താവിൻ്റെ ഹിതത്തിന് അനുരൂപമായി വരുമ്പോഴാണ് സാങ്ക്ടിഫിക്കേഷൻ പൂർണ്ണമാകുന്നത്. പൂർണ്ണമാകുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് പോകുന്നത്. പിടികിട്ടിയോ?
അല്ലാതെ വിശുദ്ധ ജീവിതം എന്നുള്ളത് വേറൊരു രീതി മാത്രം ധരിച്ചുകൊണ്ടിരിക്കല്ല. ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് കൊണ്ടേയിരിക്കുമ്പോൾ അതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിടികിട്ടോ? ഞാൻ പറഞ്ഞൊരു അർത്ഥം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കും. അതെപ്പോഴാണ് നടക്കുന്നത്? ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവ് പറയുക ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുക യെസ്, പരിശുദ്ധാത്മാവിനോട് യെസ് പറയുക. അപ്പോൾ ഞാൻ ഒരു തെറ്റായ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഗൈഡ് ചെയ്ത് ശരിയായ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റി? ഞാൻ മോർ സാങ്ക്ടിഫൈഡ് ആയി. പിടികിട്ടിയോ? 5 മിനിറ്റ് മുമ്പോട്ട് പോയി. ഒരു മോർ സാങ്ക്ടിഫൈഡ്, ഞാൻ കുറച്ച് കൂടുതൽ സാങ്ക്ടിഫൈ ആയി. അവിടെയാണ് സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ടിട്ട് ഇരുന്നിട്ട് അങ്ങനെ പോകുന്നതല്ല. ഞാൻ ഗ്ലോറിഫിക്കേഷൻ വരെ ഇങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എത്ര സാങ്ക്ടിഫിക്കേഷൻ, എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ വളർന്നു എന്നുള്ളത് നോക്കുക. പ്രിയ ദൈവമക്കളെ, ഞാൻ വളരെ അതിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ തീക്ഷ്ണതയോടെ ഞാൻ പറയുകയാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ വ്യക്തമായിരിക്കും തീരുമാനം ഉണ്ടായിരിക്കണം. കൂട്ടുകാരെന്ത് പറഞ്ഞോട്ടെ, മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, ലോകം എന്ത് പറഞ്ഞോട്ടെ, ബന്ധുമിത്രാദികൾ എന്ത് പറഞ്ഞോട്ടെ, ആരെന്ത് പറഞ്ഞോട്ടെ, ഐ അലൈൻ വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്, ഐ അലൈൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ദൈവവചനത്തോട് ചേർന്ന് ഞാൻ നിൽക്കുന്നു, പരിശുദ്ധാത്മാവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ നമുക്ക് ലഭിക്കുന്നത്, തുടർന്ന് ലഭിക്കുന്നത് ശരിയായിരിക്കുന്ന സന്തോഷവും സമാധാനവുമാണ്. ആ സമാധാനം വേണ്ടെങ്കിൽ യു ക്യാൻ ഗോ അലോങ് വിത്ത് ദ വേൾഡ്. ലോകത്തോട് ചേർന്ന് പോകാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ചേർന്ന് പോകാം, വളരെ സമാധാനമായിട്ട് തോന്നും. പക്ഷേ അന്ത്യത്തിൽ നിങ്ങൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ തീരുമാനത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ തീരുമാനത്തോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന കോൺസിക്വൻസസിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ടായിരിക്കും. സില്ലിയായിട്ട് ലാഘവത്തോടെ ഈ കാര്യങ്ങൾ എടുക്കരുതേ എന്നുള്ളതാണ്. സഭയുടെ വളർച്ചയും സഭയുടെ പ്യൂരിറ്റിയും ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സഭയുടെ പ്യൂരിറ്റി ഒരു വളരെ വ്യക്തമായൊരു വിഷയമാണ്. വിശുദ്ധി, ദ ഹോളിനെസ് ഓഫ് ദ ചർച്ച്, സഭയുടെ വിശുദ്ധി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, എൻ്റെ ജീവിത വിശുദ്ധി പോലെ തന്നെ അതും മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ഇടയാണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.